അങ്ങനെ EMS ഇടതുപക്ഷത്തേക്ക് കോൺഗ്രസ്സുകാർ വരുന്നു എന്ന് കണ്ടപ്പോൾ, ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിലേക്ക് കോൺഗ്രസ്സുകാർ വരുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളി പറയുന്നു, CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയെ പിന്താങ്ങുന്നത് നിങ്ങൾ നിർത്തണം. അപ്പം CH മുഹമ്മദ് കോയ ഭരണത്തിൽ വന്നുടൻ നടത്തിയ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഇഷ്ടദാന ബില്ല്. ഇഷ്ടദാന ബില്ലെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് പുറത്തുള്ള ഭൂമി സർക്കാരിന് കൈമാറും. എന്നിട്ട് സർക്കാർ അത് ഭൂരഹിതർക്ക് നൽകും. ഇതാണ്. പക്ഷേ അതിനകത്തൊരു ഒരു വകുപ്പുണ്ട്. പരിധിക്ക് പുറത്ത് വരുന്ന ഭൂമിയിൽ ഇഷ്ടദാനം ചെയ്യാം ഈ ഭൂമിയുടെ ഉടമസ്ഥന്. ഇഷ്ടദാനം എന്ന് പറഞ്ഞാൽ തൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടദാനം ചെയ്യാം. അപ്പം ആ ഭൂമി സർക്കാരിൻ്റെ കൈ വരുത്തില്ല. മനസ്സിലായി? ഇഷ്ടദാനം എന്ന് പറയുമ്പോൾ അതിൽ ഇതില്ല, സാമ്പത്തികമായി ഒന്നും അതിനകത്ത് നടക്കത്തില്ല, വെറുതെ കൊടുക്കുകയാണ്. അപ്പോഴേ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ അവർക്ക് അത് എളുപ്പം നടത്താൻ പറ്റും. കാരണം ഒരു വലിയ കൂട്ടുകുടുംബമാണെങ്കിലും അവർക്ക് അതിനകത്തെ ഓരോ ചെറിയ കുടുംബത്തിനും ഇവർക്ക് വീതിച്ച് കൊടുക്കാം. കൂട്ടുകുടുംബത്തെ മുഴുവൻ അത് ഹിന്ദു കുടുംബത്തിന് പറ്റും. പക്ഷേ ബാക്കി ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ കുടുംബങ്ങളോ മുസ്ലിം കുടുംബങ്ങൾക്കോ ഒക്കെ അവർക്കൊക്കെ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ അവരുടെ മതപ്രകാരമുള്ള നിയമമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഹിന്ദുക്കൾക്കുള്ള നിയമം അല്ല ക്രിസ്ത്യൻ കുടുംബത്തിന്, ക്രിസ്ത്യനോ അല്ലെങ്കിൽ മുസ്ലിം ഇതിനുള്ളത്. കാരണം മുസ്ലിംസിന് ഇപ്പം കല്യാണം കഴിക്കുന്നതിനാവട്ടെ, ക്രിസ്ത്യൻസിനാവട്ടെ, അങ്ങനെ അവരുടെ മതപ്രകാരമുള്ള നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ മതപ്രകാരമുള്ളൊരു നിയമമാണ് പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശമില്ല എന്നുള്ളത്. അതാണ് മേരി റോയ് കേസ് കൊടുത്ത് മേരി റോയ് വിജയിച്ച വളരെ പ്രശസ്തമായ ഐതിഹാസികമായ മേരി റോയ് കേസ്. അതുപോലെ ഇഷ്ടദാനം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഭൂപരിഷ്കരണ നിയമം പ്രകാരം നടക്കില്ല. അപ്പം അത് അനീതിയാണെന്ന് കാണിച്ച് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് CH മുഹമ്മദ് കോയ വന്നുടൻ ഇഷ്ടദാന ബില്ല് കൊണ്ടുവരുന്നത്. ഈ ഇഷ്ടദാന ബില്ലിനോട് അനുകൂലമായിരുന്നു ആൻ്റണി. അപ്പോൾ ഇടതുപക്ഷത്തേക്ക് എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ ആൻ്റണിക്ക് ഈ ബില്ല് പാസ്സാക്കണമെന്നുണ്ട്. അതുകൊണ്ട് ആൻ്റണി EMS പറഞ്ഞപ്പോൾ ഉടൻ തന്നെ മുഹമ്മദ് കോയയ്ക്ക് പിൻവലിച്ചില്ല. ഇഷ്ടദാന ബില്ല് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് കോയയെ സപ്പോർട്ട് ചെയ്തിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് പോയി. അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് മാണിക്ക് മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ മാണി ഗ്രൂപ്പ് ഇടതുപോട്ട് പോയാൽ CH മന്ത്രിസഭ വീഴും. ഇടതുപക്ഷക്കാർ മാണിയുമായിട്ട് ധാരണയിലെത്തിയെന്നാണ് പറയുന്നത്. ഈ മന്ത്രിസഭ വീണാൽ മാണിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ പിന്താങ്ങാം എന്ന് ഇടതുപക്ഷം പറഞ്ഞു. അതുപ്രകാരമാണ് മാണി ഇപ്പുറത്തോട്ട് ചാടിയത്. പക്ഷെ മാണി ഇടതുപക്ഷത്തോട്ട് ചാടിയപ്പോൾ മാണി ഗ്രൂപ്പിലെ കുറച്ച് നിയമസഭാ അംഗങ്ങൾ, PJ ജോസഫിൻ്റെ കുറച്ച് പിന്തുണയ്ക്കുന്നവരും KA മാത്യു എന്നൊക്കെ പറഞ്ഞ 1-2 കോൺഗ്രസ് കേരള കോൺഗ്രസ് നിയമസഭാ അംഗങ്ങൾ CH മുഹമ്മദ് കോയയെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആ മുഹമ്മദ് കോയ മന്ത്രിസഭ പിടിച്ചു നിന്നു. ആൻ്റണിയും ഇടതുപക്ഷത്തേക്ക് മാറുവാന്ന് മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് കോയയ്ക്ക് മനസ്സിലായി ഇനിയും മന്ത്രിസ്ഥാനത്ത് നിൽക്കാനുള്ള ഭൂരിപക്ഷം തനിക്ക് ഉണ്ടാകത്തില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തും തൻ്റെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല. അങ്ങനെ CH മുഹമ്മദ് കോയ എന്ത് ചെയ്യുന്നു? രാജിവെക്കുന്നു. ഈ സമയം മാണി മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നെങ്കിലും ഗവർണർ ജ്യോതി വെങ്കടാചലം, ലേഡിയാണ് ജ്യോതി വെങ്കടാചലം, എന്ത് ചെയ്യുന്നു? നിയമസഭ പിരിച്ചുവിടുന്നു. അങ്ങനെ കേരളം 77 നിയമസഭയിൽ 4 മുഖ്യമന്ത്രിമാരെ കാണുന്നു. ഏറ്റവും കൂടുതൽ രണ്ടാമത്തേത് AK ആന്റണി, മൂന്നാമത്തേത് PKV, നാലാമത്തേത് CH മുഹമ്മദ് കോയ. അങ്ങനെ 4 മുഖ്യമന്ത്രിമാർ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നിയമസഭ എന്ന് പറയുന്നത് 77-ലേതാണ്.
വളരെ കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ വളരെ ഒരുപാട് സംഭവ വികാസങ്ങളും വഴിത്തിരിവുകളും ഉണ്ടായിരുന്ന 3 വർഷമായിരുന്നു. 3 വർഷം 77 മുതൽ 80 വരെ. അതിൽ ഒന്ന്, കോടതി വിധി കാരണം പെട്ടുപോയ കരുണാകരൻ ആദ്യം കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഒഫീഷ്യലിലേക്കും, പിന്നെ കോൺഗ്രസ് ഒഫീഷ്യലിൽ നിന്ന് കോൺഗ്രസ് അരസിലേക്കും, കോൺഗ്രസ് അരസിൽ നിന്ന് ഇടതുമുന്നണിയിലേക്കും പോയ കോൺഗ്രസിലെ ആദർശ ധീരന്മാരെ നയിക്കുന്ന ആന്റണി സംഘം. പിന്നെ മറ്റൊരു സംഭവ വികാസം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഐക്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇടതുപാളത്തേക്ക് പോവുകയും തങ്ങളുടെ പൂർവ്വ ആശ്രമത്തിലെ അപരാധങ്ങൾ ഏറ്റുപറയുകയും ചെയ്ത CPI. ഇതായിരുന്നു 1977 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൻ്റെ പ്രത്യേകത.